യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർ തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർ തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർ തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർ തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർ തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവേഷ്ടം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവഹിതം. ദൈവഹിതം നിറവേറിയാൽ മതി എന്നാണ് നമ്മുടെ പലരുടെയും ആഗ്രഹം. ദൈവ ഇഷ്ടം നിറവേറിയാൽ മതി. പക്ഷേ ദൈവഹിതം അറിയാൻ എന്ത് ചെയ്യാം? എങ്ങനെ ദൈവഹിതം അറിയാൻ പറ്റും? പലർക്കും അതൊരു അങ്കലാപ്പിലുള്ള വിഷയമാണ്. ദൈവഹിതം എങ്ങനെയാണ് അറിയുന്നത്? ദൈവഹിതം എന്താണ്? ദൈവഹിതം എന്നറിഞ്ഞെങ്കിലല്ലേ ദൈവഹിതം അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് അറിയണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നാം വിശുദ്ധരായി തീരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോൾ മനസ്സ് ഒരല്പം വാടുമ്പോൾ, ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്, മനസ്സ് അല്പം വാടും. മനസ്സ് വാടുമ്പോൾ ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം കാണാതെ പറയും. ഇതാ, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല.
എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിൽ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഈ തിരുവചനം ഞാൻ ഉരുവിടുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകി വരുന്നത് ഞാൻ അനുഭവിക്കുന്നു. ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ വീണ്ടും ഉറപ്പിക്കുന്നു. ഞാൻ സമർപ്പിച്ചത് ആരോടാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞത് ആരോടാണ് എന്ന് ഉറപ്പിക്കുന്നു. എന്നെ വിളിച്ച് ഉണർത്തിയത് ആരാണെന്ന് ഞാൻ അറിയുന്നു. എന്നെ വിളിച്ചുണർത്തിയത് ഗോകുൽത്തായിലെ സ്നേഹമാണെന്ന് ഞാൻ അറിയുന്നു. എന്നെ വിളിച്ചതൊരു കൂട്ടായ്മയല്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ വിളിച്ചതൊരു ദൈവദാസനല്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ വിളിച്ചത് ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണിയിൽ തൂങ്ങി കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് എൻ്റെ ഹൃദയത്തിൽ നല്ല ഉറപ്പ് വരുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് സകലവും നമുക്ക് നകലാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ? നിൻ്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പങ്ങളുടെ ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തിരുവചനം നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ശുദ്ധീകരണം തന്നെ. രണ്ടാമത് നാം ചിന്തിച്ചു, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കാം. എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ദൈവത്തിന് ഇഷ്ടം എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ. ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പീൻ. പറ്റുമോ? പരീക്ഷ തോൽക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? OET എക്സാമിനേഷൻ തോൽക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? IELTS എക്സാമിനേഷൻ 7 പ്രാവശ്യം എഴുതിയിട്ടും തോറ്റപ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതെ വന്നപ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോകുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? ഒരു ഓമനക്കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? സ്തോത്രം. വചനം പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീനെന്ന്. ഞാൻ ഭയപ്പെടുന്നു. ഈ വാക്കുകൾ പറയാൻ ഞാൻ ഭയപ്പെടുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ നേരെ ചൂണ്ടുന്ന അതേ വാക്കുകൾ എൻ്റെ നേരെയും ചൂണ്ടുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എതിരാകുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ, ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പീൻ. പ്രതീക്ഷകൾ നശിക്കുമ്പോഴും സന്തോഷിപ്പീൻ, ആശയേറ്റ് പോകുമ്പോഴും സന്തോഷിപ്പീൻ, നിരാശ മുറ്റി വരുമ്പോഴും സന്തോഷിപ്പീൻ, ആരും അനുകൂലമല്ലാത്തപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാവരും എതിരാകുമ്പോഴും സന്തോഷിപ്പീൻ. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണ്? എപ്പോഴും സന്തോഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. എന്ത് സംഭവിച്ചാലും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതെന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കാക്കി മാറ്റും. എന്ത് ദുരിതം വന്നാലും നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വരുന്ന മെസ്സേജസിൽ അനേകം മെസ്സേജസ് എല്ലാം ദുരിതങ്ങളുടെ കഥയാണ്. ദുരിതങ്ങളുടെ കഥ.
ചിലപ്പോൾ വായിക്കുമ്പോൾ ഞാൻ വീർപ്പ് മുട്ടും, ചിലപ്പോൾ വായിക്കുമ്പോൾ ഞാൻ ഏങ്ങലടിക്കും. ദൈവത്തിന് സ്തോത്രം. അനേകം മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കഥകൾ, ദുരിതപൂരിതമായ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ചിലത് ഞാൻ പറയും, നിങ്ങൾ സമർപ്പണം എടുത്തിട്ടുണ്ടോ? നിങ്ങൾ വീണ്ടും തന്നെ അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ തിരുവചനം കേൾക്കാറുണ്ടോ? വചനം കേൾക്കണം, മാനസാന്തരപ്പെടണം, ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് പറയും, പക്ഷേ അത് ആർക്കും കേൾക്കണമെന്നില്ല. മാനസാന്തരപ്പെടണമെന്നൊന്നും കേൾക്കണമെന്നില്ല. അവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രായമായ അപ്പന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറയും. സാറി ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, തീരെ വയ്യാതായി കിടക്കുകയാണ്. ഞാൻ ചോദിക്കും, അപ്പൻ മാനസാന്തരപ്പെട്ടതായിരുന്നോ? അപ്പൻ ജീവിച്ച കാലത്തൊരു മാറ്റം വന്നിരുന്നോ? അപ്പം സ്വഭാവം മാറിയിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ല. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായെങ്കിൽ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർ വേദനയോടാണ് പറയുന്നത്, സങ്കടത്തോടെയാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്നവർക്ക് മർമ്മം പിടികിട്ടിയിട്ടില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകൂ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കൂ, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ടാണ് ഇവിടെ വരാനിടയായത്. ഈ വചനത്തിന് മുമ്പിലേക്ക് നിങ്ങൾ വന്നെങ്കിൽ ദൈവം നിർണയപ്രകാരം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരാകുകയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയ്ക്കാക്കി ദൈവം മാറ്റുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവരാകുക. എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ പറയുന്നത്? എനിക്കറിയാം ദൈവത്തോട് സ്നേഹമാണല്ലോ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണല്ലോ. അല്ല മോനെ, അല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ മരിച്ച രക്ഷകനായ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ക്രിസ്തുവിനെ സ്നേഹിക്കുക. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയ ക്രിസ്തുവിനെ സ്നേഹിക്കുക. അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അതാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകം പേരും വരുന്നുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് വീണ്ടെടുപ്പ്? ശത്രുവിൻ്റെ ജയിലിൽ അടയ്ക്കപ്പെട്ടവനെ പിശാചിൻ്റെ കാരാഗ്രഹത്തിൻ്റെ പൂട്ട് തുറന്ന് പുറത്ത് കൊണ്ടുവരുന്നതാണ് വീണ്ടെടുപ്പ്. പിശാചിൻ്റെ കയ്യിൽപ്പെട്ട് കിടക്കുന്ന ഞെരിഞ്ഞ വരുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ പിശാചിൻ്റെ ബന്ധനത്തിൽ വിടർത്തിയെടുത്ത് അവന് സ്വാതന്ത്ര്യം നൽകുന്നതാണ് വീണ്ടെടുപ്പ്. അനേകം പാപങ്ങളുടെ കുരുക്കിൽപ്പെട്ട് പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ നോക്കിയിട്ടും സാധിക്കാതെ വിഷമിച്ച് പാപത്തിൻ്റെ ഏറ്റവും മലിനമായ അവസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ നാശത്തിൽ നിന്ന് രക്ഷിപ്പാൻ ക്രിസ്തുവിൻ്റെ കരം നീട്ടുന്നതാണ് വീണ്ടെടുപ്പ്. അതിനുവേണ്ടി ക്രിസ്തു ക്രൂസിൽ മരിച്ചു എന്നുള്ള സത്യം വിശ്വസിക്കുന്നതാണ് വീണ്ടെടുപ്പ്. അങ്ങനെ വീണ്ടെടുപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? വീണ്ടെടുപ്പ്, സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടെടുപ്പ് കിട്ടണം. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ പറയും, ഞാൻ 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായല്ലോ ഇതെല്ലാം. പെട്ടെന്ന് ആരും പറഞ്ഞു തരാൻ മനസ്സിലായി. വചനം കേട്ടപ്പോൾ പെട്ടെന്ന് ഉള്ളതിലേക്ക് വെളിവ് വന്നു. വീണ്ടെടുപ്പ്, വീണ്ടും ജനനം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. 17-ാമത്തെ വയസ്സിലാണ്. പ്രകടമായി പാപമൊന്നും ചെയ്തിട്ടുമില്ല. കർത്താവേ, ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. കർത്താവേ, എനിക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. എനിക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. ഒരു പുതുജന്മം ആവശ്യമാണ്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു, കർത്താവേ, പഴയ മനുഷ്യൻ, പഴയ ആൾ മരിക്കണം, ഒരു പുതിയ ആൾ ഉയർത്തെഴുന്നേൽക്കണം.
ആ ദിവസങ്ങളിൽ ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ എണ്ണി കർത്താവോട് പറഞ്ഞതാണ്, കർത്താവേ, ഒരു വീണ്ടെടുപ്പ് എനിക്ക് വേണം, വീണ്ടും ജന്മം എനിക്ക് വേണം, പഴയ മനുഷ്യൻ മരിച്ച് പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം എനിക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഞാൻ തുടർന്ന് വചനം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ആ കാലങ്ങളിൽ തുടരെ പ്രസംഗിച്ച വിഷയം വീണ്ടും ജന്മം എന്നുള്ളതായിരുന്നു. മാമോദിസായിൽ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്ന വിഷയമായി ഞാൻ സ്വീകരിക്കുന്നു ഏറ്റു പറയുന്നു. അതാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. സാത്താൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. സാത്താൻ ഉപേക്ഷിച്ച് മിശിഹായെ സ്വീകരിക്കുന്നതാണ് വീണ്ടും ജന്മം. ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ച മനുഷ്യൻ അവൻ സാത്താൻ്റെ അടിമയാണ്, പിശാചിൻ്റെ അടിമത്തത്തിലാണ്, അവൻ പാവത്തിൻ്റെ അടിമത്തത്തിലാണ്. അവൻ സ്വന്തം മനസ്സോടെ സാത്താനോട് യാത്ര പറയണം. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഇനി നമുക്ക് തമ്മിൽ കൂട്ടില്ല, എൻ്റെ മേൽ നിനക്ക് അവകാശമുള്ള എൻ്റെ പാവങ്ങളോട് ഞാൻ യാത്ര പറയുകയാണ്. എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകനായ മിശിഹായുടെ കർത്താവും രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ ഹൃദയത്തിൽ നേറ്റ് പറയുമ്പോഴാണ് വീണ്ടും ജന്മം ലഭിക്കുന്നത്, വീണ്ടും ജന്മം അനുഭവിക്കുന്നത്. വീണ്ടും ജന്മം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. വീണ്ടും ജന്മം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, അതൊരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വീണ്ടും ജന്മം അനുഭവിക്കുന്നുണ്ടോ? അല്ല, അനുഭവിക്കാത്തവരാരെങ്കിലുമൊക്കെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? വീണ്ടും ജന്മം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയിൽ ഈ ആദ്യ പാഠങ്ങൾ പറയേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ ആദ്യ കാര്യങ്ങളല്ലേ, ആദ്യ പാഠങ്ങൾ. സ്തോത്രം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശക്കന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ ഉപദേശിച്ച ഒരു ആവശ്യമായിരിക്കുന്നു. ആദ്യ പാഠങ്ങൾ ഇനി ഉപദേശിച്ച് തരണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ആദ്യ പാഠങ്ങൾ വീണ്ടും ഉപദേശിച്ച ഒരു ആവശ്യമായിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, കാലം നോക്കിയാൽ വർഷങ്ങൾ ഇത്രയുമായി, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല. നിങ്ങളെ ഞാൻ തരം താഴ്ത്തി പറഞ്ഞതല്ല കേട്ടോ, നിങ്ങളെ ഞാൻ കുറവുള്ളവരെ കണ്ട് പറയുകയല്ല. സത്യം പറയണ്ടേ, സത്യം അറിയണ്ടേ. ഈ പെരുന്നാൾ കൂടിയും റാസയിൽ സംബന്ധിച്ചും തീർത്ഥയാത്രയിൽ കൂടിയും പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിച്ചും അങ്ങനെയെല്ലാം സംതൃപ്തിപ്പെട്ട് കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ, അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി നാം വാസ്തവത്തിൽ അതാത് സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയിൽ അനാചാരങ്ങൾ കൂട്ടുകൂടാതെ നാം വിശുദ്ധരും നിഷ്കളങ്കമായി നിൽപ്പാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. നാം സഭ വിട്ടിട്ടില്ല, സഭ വിടുന്നില്ല. സഭയുടെ സനാതന വിശ്വാസം സത്യമാണ്, സഭയുടെ വിശ്വാസം നിത്യമാണ്. ഏത് സഭയാണെങ്കിലും, യാക്കോബായ സഭയോ ഓർത്തഡോക്സ് സഭയോ കത്തോലിക്കാ സഭയോ മാർത്തോമാ സഭയോ CSI സഭയോ ഏത് സഭയോ ആയിക്കൊള്ളട്ടെ, പെന്തിക്കോസ്ത് സഭയോ ബ്രദറൻ ചർച്ചോ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സഭകളെയെല്ലാം ആദരിക്കുകയാണ്. എല്ലാ സഭകളെയും ഞാൻ ബഹുമാനിക്കുകയാണ്. സ്തോത്രം, കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ സഭകൾ ഏതുമായിക്കൊള്ളട്ടെ, അതിലുള്ളവർ അവർ ജീവിതത്തിൽ വ്യക്തമായി സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് വ്യക്തമായി തീരുമാനമുള്ളവരായിരിക്കണം. അങ്ങനെ ആ വീണ്ടും ജന്മം അനുഭവിക്കണം. വീണ്ടും ജന്മം അനുഭവിച്ചെങ്കിൽ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ. നാം രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. രക്ഷിക്കപ്പെടുക എന്ന് പറയാൻ കാരണം രക്ഷിക്കുന്ന കർത്താവായ ക്രിസ്തുവാണ്. രക്ഷപ്പെടലല്ല, രക്ഷിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ തിരുബലിയിൽ വിശ്വസിച്ച് തിരുരക്തത്തിൽ ആശ്രയിച്ച് പഴയ മനുഷ്യനോട് യാത്ര പറഞ്ഞ്, പഴയ സ്വഭാവത്തോട് യാത്ര പറഞ്ഞ് എന്നേക്കൊരു പുതിയ സൃഷ്ടിയായി തീരുമാനിച്ച് കഴിയുമ്പോൾ അപ്പോഴാണ് നാം വീണ്ടും ഞാൻ അനുഭവിക്കുന്നത്. അപ്പോഴാണ് സാക്ഷാത്തായി സന്തോഷത്തെ അനുഭവിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷം എന്തിന്? നരകവിധി ഒഴിവായി, സ്വർഗത്തിൻ്റെ അവകാശം കിട്ടി, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ, ഏതെല്ലാം പാപം നിങ്ങൾക്ക് വന്നെങ്കിലും എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും കേട്ടോ. ന്യായീകരണം വരാതിരുന്നാൽ മാത്രം മതി. ന്യായീകരണം വരരുത്. ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് പാപം വന്നതെന്ന് തോന്നരുത്. ന്യായീകരണമില്ലാതെ നിങ്ങൾ എളിമയോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന്, കർത്താവെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ കർത്താവെ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു, ഉള്ളത്തിൽ
വ്യക്തമായ തീരുമാനങ്ങൾക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ ജീവൻ നിങ്ങൾക്ക് കിട്ടും. അതിലാരെയും ഒഴിവാക്കുകയില്ല. വിശ്വസിക്കൂ നിങ്ങൾ. എത്ര കൊടുംഭാവിയായി ഒഴിവാക്കുകയില്ല. വിശ്വസിക്കൂ നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരന്മാരെ, ഈ അനുഭവം നിങ്ങൾ പ്രാപിച്ചുവോ? നിങ്ങൾ വീണ്ടും ജനിച്ചുവോ? സന്തോഷം കിട്ടണമെങ്കിൽ വീണ്ടും ജനനം വരണം. എപ്പോഴും സന്തോഷിപ്പീൻ, വീണ്ടും ജനിക്കണം. കർത്താവിന് സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ കൈവക്കി തീരുമാനമെടുത്തു, ശരിയാണ്. പലർക്കും ആ തീരുമാനം അറിയുകയും ചെയ്തു, അത് സത്യമാണ്. ചിലർ രോഗങ്ങൾ മാറിയിട്ടുണ്ട്, വിട്ടുമാറാത്ത ചെന്നിവേദന മാറിയിട്ടുണ്ട്, വിട്ടുമാറാത്ത വയറുവേദന മാറിയിട്ടുണ്ട്, ചിലരുടെ ശരീരത്തിലുള്ള ചില വ്രണങ്ങൾ മാറിയിട്ടുണ്ട്. ആരുടെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൽ ദൈവം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. കർത്താവിന് സ്തോത്രം. അത് എനിക്കുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് തന്നെത്താനൊന്ന് നോക്കുക. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. പഴയ മനുഷ്യൻ മരിച്ചു, പഴയ കോപം മരിച്ചു, പഴയ വാശിയും വഴക്കും മരിച്ചു, പഴയ നീരസവും കയ്പും മരിച്ചു, പഴയ ഭിന്നതകൾ മരിച്ചു, പഴയത് ചിലരോട് ക്ഷമിക്കാത്ത കാര്യങ്ങൾ മരിച്ചു, പഴയ ദുര്യാഗ്രഹം മരിച്ചു. ഒക്കെ മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? പഴയ ദുര്യാഗ്രഹം മരിച്ചു, പഴയ അഹങ്കാരം മരിച്ചു. സ്തോത്രം. ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകണം. വേറെ ആർക്കും ഉണ്ടായാൽ പോരാ, നിങ്ങൾക്ക് തന്നെ വേണം. അങ്ങനെ ആ ബോധ്യം നിങ്ങൾക്കുണ്ടായി കഴിയുമ്പോഴാണ് വീണ്ടും ജനം അനുഭവിക്കുന്നത്. അപ്പോൾ ഹൃദയം സന്തോഷിക്കും. എന്തൊരു സന്തോഷമാണെന്നോ! ദൈവത്തിന് സ്തോത്രം. അനാഥത്വം മാറുന്നു, അഗതി എന്നുള്ള ചിന്ത മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും ജനം അനുഭവിച്ചപ്പോഴാണ് എനിക്ക് അപ്പനുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ഒരപ്പനുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ വീണ്ടും ജനം അനുഭവിച്ചപ്പോഴാണ്. സ്തോത്രം. വീണ്ടും ജനം അനുഭവിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ബാല്യത്തിലുണ്ടായിരുന്ന രോഗങ്ങൾ മാറിയത്. സ്തോത്രം. ഈ വീണ്ടും ജനത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചപ്പോഴാണ് എനിക്ക് പഠിത്തം മുന്നോട്ട് പോയത്. ഈ വീണ്ടും ജനം അനുഭവിച്ചപ്പോഴാണ് പരീക്ഷകൾ പാസ്സാക്കാൻ പറ്റിയത്. വീണ്ടും ജന്മം അത് ശ്രേയസ്കരമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഏത് ഐശ്വര്യമുള്ളതാണ്. ശ്രേയസ്കരം, ശ്രേയസ്, ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആം ഐ റീബോൺ? ഞാൻ വീണ്ടും ജനിച്ചുവോ? ഞാൻ വീണ്ടും ജനിച്ച ഒരാളാണോ? സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയാം, വളരെ വിനയത്തോടെ നിങ്ങളോട് പറയാം, എന്നെ ഞാനാക്കിയത് എൻ്റെ കർത്താവിൻ്റെ കൃപയാലുള്ള വീണ്ടും ജനനമാണ്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. ഞാനിന്ന് ശബ്ദിക്കുന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഏറ്റവും അധികം സ്നേഹമുണ്ട്. എനിക്ക് നിങ്ങളോട് ഏറ്റവും അധികം വാത്സല്യമുണ്ട്. എനിക്ക് നിങ്ങളോട് ഏറ്റവും അധികം ആദരവുണ്ട്. ഞാനിതൊക്കെ പറയാറുണ്ടല്ലോ, ആദരവുണ്ട്. നിങ്ങൾ എവിടെ ഉള്ളവരായാലും ശരി, ഏത് മതത്തിലുള്ളവരായാലും ശരി, ഏത് സഭയിലുള്ളവരാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കുറ്റങ്ങൾ വന്നവരാണെങ്കിൽ ശരി, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. കാരണം നിങ്ങൾ വന്നത് കുരിശിൻ ചുവട്ടിലേക്കാണ്. നിങ്ങൾ വന്നത് വീണ്ടും ഞാൻ നൽകുന്ന കുരിശിൻ ചുവട്ടിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ കുരിശിൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാടാൻ പറ്റും, എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമീവനിൽ ഒന്നും പിതൃവലമായി നിന്നെ കണ്ടേൻ മേലിൽ കള്ളന്മാർത്തൻ ഇടയിലുമാഴത്തിൽ നിൻ ശയ്യ മരിച്ചോർ
സ്വർഗം നിൻ പീഠം ഈറമേലും നരകീഴും നാഥൻ ആയി സ്തോത്രം ഹല്ലേലൂയ അട്ടഹസിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ ഈ ശീലുകൾ നാവിലിങ്ങനെ തത്തിലസിക്കുകയാണ്. എന്നെ മയക്കി നിൻ നല്ല സൗന്ദര്യ ആശ്ചര്യങ്ങൾ, നിൻ ദൈവസ്തുത പാടാൻ സ്വരം ഇവനിലൊന്നും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് എഴുന്നേൽക്കണം. ഒറ്റയ്ക്കൊരു വാക്ക്. കർത്താവേ, ഞാനിതാ ഒരു പുതിയ സൃഷ്ടി, നീ എന്നെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു, നിൻ്റെ ക്രൂശ് മരണത്താൽ എന്നെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ ക്രൂശ് മരണത്താൽ എൻ്റെ പഴയ മനുഷ്യനെ മരിപ്പിച്ചിരിക്കുന്നു, ഞാൻ പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ, ഞാൻ എൻ്റെ നിരാശകളോട് യാത്ര പറയുന്നു, എൻ്റെ പാവപ്രകൃതിയോട് യാത്ര പറയുന്നു. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. അപ്പം അങ്ങനെ പറയുന്നുണ്ടോ നിങ്ങൾ? വാസ്തവമായി ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തം. എൻ്റെ യേശുവേ, ഇന്നു മുതൽ അവിടുന്ന് എൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. ഇരുകരം ഉയർത്തു നോക്ക്, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വീണ്ടും ജനത്തിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ദൈവേഷ്ടം നിവർത്തിപ്പാനുള്ളതായ കൃപ എല്ലാവർക്കും പകർന്നു നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.